നമസ്കാരം. ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്പീക്കർ എൻ ഷംസീറിന്റെ വിവാദ പരാമർശത്തിൽ തുടർ നടപടി ആലോചിക്കാൻ NSS യോഗങ്ങൾ ഇന്ന് അടിയന്തര പ്രതിനിധി സഭ ചേരുന്നു. ഡയറക്ടർ ബോർഡും ചേരും. പ്രസംഗത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം. വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനം നാളെ മുതൽ. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീങ്ങാൻ അവശേഷിക്കുന്നത് സാങ്കേതിക നടപടികൾ മാത്രമെന്ന് KC വേണുഗോപാൽ. മണിപ്പൂർ വിഷയത്തിലെ അവിശ്വാസ പ്രമേയം പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിക്കാനെന്നും KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക്. കൈക്കൂലിക്കേസിൽ വിവാദമായ പാലക്കയം വില്ലേജ് ഓഫീസിലെ ജീവനക്കാർക്ക് കൂട്ടസ്ഥലം മാറ്റം. വില്ലേജ് ഓഫീസറെ കണ്ണൂരിലേക്കും വില്ലേജ് അസിസ്റ്റന്റിനെ അട്ടപ്പാടി താലൂക്കിലേക്കും ഫീൽഡ് അസിസ്റ്റന്റിനെ പാലക്കാട് താലൂക്കിലേക്കും സ്ഥലം മാറ്റി. കുർബാന തർക്കത്തിൽ വത്തിക്കാൻ പ്രതിനിധിയെ തള്ളി എറണാകുളം അങ്കമാലി അതിരൂപത. വൈദികർക്കും വിശ്വാസികൾക്കുമായി പുറപ്പെടുവിച്ച സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിച്ചില്ല. വിശദമായ റിപ്പോർട്ടിലേക്ക്. സ്പീക്കർ എൻ ഷംസീറിന്റെ വിവാദ പരാമർശത്തിൽ തുടർ നടപടി ആലോചിക്കാൻ NSS യോഗങ്ങൾ ഇന്ന് ചേരും. അടിയന്തര പ്രതിനിധി സഭാ യോഗം ചേരുന്നു. ഡയറക്ടർ ബോർഡും പിന്നീട് ചേരും. വിവാദ പ്രസംഗത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ആവശ്യം. അങ്കുഷ് ചേരുകയാണ് വിവരങ്ങളുമായി. അങ്കുഷ്, ഇപ്പോൾ അടിയന്തര പ്രതിനിധി സഭാ യോഗം ചേരുന്നു. ആരൊക്കെ പങ്കെടുക്കുന്നു? പ്രധാനമായും എന്താകും സർക്കാരിനോട് ആവശ്യപ്പെടുക? സ്വപ്ന, NSSൽ ഇപ്പോൾ അടിയന്തരമായി യോഗങ്ങൾ ആരംഭിച്ചിരിക്കുക. ആദ്യ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗമാണ് ചേരുന്നത്. ഇതിൽ 5 പേരാണ് ഉള്ളത്. ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ട്രഷററും പിന്നെ NSSന്റെ മുതിർന്ന അംഗമായ ഒരു പ്രതിനിധി കൂടി ഉൾപ്പെടുന്നതാണ് ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഇപ്പോൾ 11 മണിയോടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഈ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ യോഗത്തിന് ശേഷം ഡയറക്ടർ ബോർഡ് യോഗം 11:30 ആരംഭിക്കുമെന്നുള്ളതാണ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത്. ഇതിനുശേഷം യോഗ തീരുമാനം പിന്നീട് മാധ്യമങ്ങളെ അറിയിക്കുമെന്നുള്ളതും അദ്ദേഹം അറിയിച്ചു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സ്പീക്കർ എൻ ഷംസീർ രാജിവെക്കണം എന്നുള്ളതാണ് NSSന്റെ ആവശ്യം. ആ ആവശ്യം പലവട്ടം NSS ജനറൽ സെക്രട്ടറി കൃത്യമായി പറഞ്ഞതുമാണ്. എന്നാൽ അതിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു സമീപനം CPMന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയാണ് NSSന്റെ ഇക്കാര്യത്തിലുള്ള മുന്നോട്ടുള്ള പരിപാടികൾ, പ്രതിഷേധ പരിപാടികൾ എങ്ങനെ വേണം എന്നുള്ളതാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക. എന്തായാലും ഇതിന്റെ NSSന്റെ ഏറ്റവും ഉന്നത അധികാര സമിതി തന്നെയാണ് ഈ യോഗം ഇപ്പോൾ ചേരുന്നത്. ഈ യോഗത്തിലെ തീരുമാനം പിന്നീട് ഡയറക്ടർ ബോർഡിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ തീരുമാനത്തിന് അംഗീകാരം നൽകുകയും ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രധാനമായും ഹിന്ദു സംഘടനകളിൽ തന്നെ സഹകരണത്തോടു കൂടി തന്നെ ഈ വിഷയത്തിൽ സഹകരിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് അയക്കാം ഒരുപക്ഷെ NSS കിടക്കുക. അങ്ങനെയാണെങ്കിൽ ശബരിമല പ്രക്ഷോഭത്തിന് സമാനമായ കാഴ്ചകൾ വരും ദിവസം NSSന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ ഒരു തീരുമാനം ഉണ്ടാകും. ഈ യോഗത്തിൽ ഇപ്പോൾ ആദ്യം നടക്കുന്ന യോഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 പേരടങ്ങുന്ന യോഗമാണ്. ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 5 പേർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിന് പ്രധാനപ്പെട്ട തീരുമാനം എടുത്ത ശേഷമായിരിക്കും ഡയറക്ടർ ബോർഡിലേക്ക് എത്തുക. എന്തായാലും ഡയറക്ടർ ബോർഡ് അംഗങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഡയറക്ടർ ബോർഡിൽ 27 അംഗങ്ങളാണ് ഉള്ളത്. ആ ഡയറക്ടർ ബോർഡ് കൂടി ചേർന്ന ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പീക്കർ എൻ ഷംസീറിന്റെ വിവാദ പരാമർശത്തിൽ തുടർ നടപടി ആലോചിക്കാൻ NSS യോഗങ്ങൾ ചേരുന്നു. അങ്കുഷാണ് വിവരങ്ങൾ നൽകിയത്. 15ാം കേരള നിയമസഭയുടെ 9ാം സമ്മേളനം നാളെ ആരംഭിക്കും. സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, പോലീസ് വീഴ്ച
ക്യാമറ, മന്ത്രി ആർ ബിന്ദുവിനെതിരായ ആരോപണം തുടങ്ങി നിരവധി വിഷയങ്ങളിലെ ഭരണ പ്രതിപക്ഷ വാക്പോരിൽ സഭാതലം പ്രക്ഷുബ്ധമാകും. 6 മാസത്തിലധികമായി വിവാദ വിഷയങ്ങളിൽ മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെ ആരോപണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും നിഴലിൽ നിൽക്കുമ്പോഴാണ് നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് സഭാതലം സാക്ഷിയാകും. ആദ്യ ദിനത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ പിരിയും. ചൊവ്വാഴ്ച മുതലാണ് സഭ അതിന്റെ കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് എത്തുക. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനമുള്ളത്. ഇതാണ് പ്രധാനമായും സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുക. വിലക്കയറ്റം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന ആരോപണം ഉന്നയിച്ച ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും സർക്കാർ ആഡംബരങ്ങൾക്ക് കുറവ് വരുത്തുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. നിലവിലെ അഴിമതി ആരോപണങ്ങൾ വീണ്ടും സർക്കാരിനെതിരെ ഉന്നയിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മന്ത്രി ആർ ബിന്ദുവുമായി ബന്ധപ്പെട്ടും SFIയുമായി ബന്ധപ്പെട്ടും ഉയർന്ന ആരോപണങ്ങൾ സഭയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കും. പ്രിൻസിപ്പൽ നിയമനത്തിലടക്കം മന്ത്രി ഇടപെട്ടുവെന്ന ആരോപണം നിലനിൽക്കെ സമ്മേളനം ചേർന്നത് സർക്കാരിന് വലിയ തലവേദന തന്നെയാണ്. മദ്യനയത്തിനെതിരായ വിമർശനവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. മദ്യവർജനമാണ് നയമെന്ന് പറയുമ്പോഴും ബാറുകളും ഷാപ്പുകളും അനുവദിക്കുന്ന സർക്കാരിന്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനം ശക്തമാണ്. ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിനുള്ള ആശങ്ക കൂടി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. മിത്ത് വിവാദം, സിവിൽ കോഡ് തുടങ്ങിയ രാഷ്ട്രീയ വിഷയങ്ങൾ ആദ്യ ദിനങ്ങളിൽ തന്നെ മറ്റൊരു തരത്തിൽ പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരും. മിത്ത് വിവാദത്തിൽ സ്പീക്കറിനെതിരെ എന്ത് നിലപാടെടുക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷം വൈകാതെ തീരുമാനമെടുക്കും. രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി സഭയിൽ വിഷയം ഉന്നയിച്ചില്ലെങ്കിൽ NSSന്റെ അപ്രീതി ഉണ്ടാകുമെന്ന ഭയം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് വിഷയത്തിൽ കരുതലോടെ തന്നെയായിരിക്കും പ്രതിപക്ഷം ഇടപെടുക. 6 മാസത്തിലധികമായി വിവാദ വിഷയങ്ങളിൽ മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി സഭയിൽ പറയിക്കുക എന്ന ലക്ഷ്യവും പ്രതിപക്ഷത്തിനുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണത്തിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ശമ്പളത്തിന് പുറമെ ഓണം ആനുകൂല്യങ്ങളും മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് KSRTC ജീവനക്കാർ. കഴിഞ്ഞ മാസത്തെ ശമ്പളം അടക്കം കുടിശ്ശികയാണ്. എല്ലാ മാസവും 5-ാം തീയതി ശമ്പളത്തിന്റെ ആദ്യ ഗഡു നൽകാമെന്ന ധാരണ ഇത്തവണയും തെറ്റി. സംസ്ഥാനത്ത് മുൻവർഷത്തെ പോലെ ഓണമാനുകൂല്യങ്ങൾ മുടങ്ങുമെന്ന ആശങ്കയിലാണ് KSRTC ജീവനക്കാർ. സർക്കാരിനെ ആശ്രയിച്ച് ശമ്പള വിതരണവും മറ്റും നടത്തുന്ന KSRTCയുടെ കണക്കുകൾ ഇത്തവണയും താളം തെറ്റി. ശമ്പളത്തിന്റെ ആദ്യ ഗഡു 5-ന് നൽകാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഈ മാസവും പാഴ്വാക്കായി. എന്നാൽ ഓണം ആനുകൂല്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ലെന്നാണ് ഗതാഗത മന്ത്രി പ്രതികരിച്ചത്. ഈ വർഷത്തെ ഓണത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഗവൺമെന്റ് എടുക്കണ്ടേ? ഗവൺമെന്റ് എടുത്തെങ്കിലല്ലേ അതിനുശേഷമല്ലേ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഗവൺമെന്റ് ഇക്കാര്യം എടുക്കുന്നൊരു പൊതുവെ തീരുമാനം അറിഞ്ഞിട്ട് നമുക്ക് പരിശോധിക്കാം. ഓണത്തിന് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാനായി 100 കോടി രൂപ ആവശ്യപ്പെട്ട് മന്ത്രി ആന്റണി രാജു ധനവകുപ്പിന് കത്ത് നൽകിയിരുന്നു. കഴിഞ്ഞ മാസം ആദ്യ ഗഡു 10-നും രണ്ടാമത്തേത് 29-നുമാണ് നൽകിയത്. ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് INTUC ചീഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ശമ്പളം മുടങ്ങിയാൽ പണി മുടക്കാനാണ് യൂണിയനുകളുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 70 പേരുടെ ജീവനെടുത്ത പെട്ടിമുടി ദുരന്തം നടന്നിട്ട് 3 വർഷം പിന്നിടുന്നു. കൊച്ചുമക്കളുടെ വേർപാടിൽ മനം നൊന്ത കറുപ്പായി ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോഴും ദുരന്തമുഖത്ത് കണ്ണീരുമായി എത്തുന്നത്. 2020 ഓഗസ്റ്റ് 6-ന് രാത്രി 10:30ഓടെയാണ് പെട്ടിമുടിയിൽ കേരളത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. മലമുകളിൽ നിന്നും പൊട്ടിയൊലിച്ചെത്തിയ ഉരുൾ പെട്ടിമുടിയെ ആകെ മൂടി. മണ്ണിനും കല്ലിനും അടിയിൽപ്പെട്ട് 70 ജീവനുകൾ ഞെരിഞ്ഞമർന്നു. വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ രാത്രിയിൽ നടന്ന സംഭവം പുറം ലോകം അറിഞ്ഞത് പിറ്റേ ദിവസം രാവിലെയാണ്. ഗുരുതരമായി പരിക്കേറ്റ 12 പേരെ രക്ഷപ്പെടുത്തി. ശക്തമായ മഴയെ വകവയ്ക്കാതെ 19 ദിവസം നീണ്ട തെരച്ചിൽ. ദുരന്ത സ്ഥലത്തു നിന്നും 14 കിലോമീറ്റർ ദൂരത്തു നിന്നുവരെ രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. സ്വന്തം കുടുംബത്തിലെ 13 പേരെ നഷ്ടപ്പെട്ട കറുപ്പായി മകൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരവുമായി ഇപ്പോഴും മാസത്തിലൊരിക്കൽ ദുരന്തഭൂമിയിലെത്തും. எதுவுமே தெரியல. அந்த மின்னல் வெட்டும்ல அந்த வெளிச்சத்தில் தான் நான் பார்த்தேன். மேலே அந்த லைன்ஸ் போச்சுல, அந்த பையன்தான் வந்தாங்க. வாட்சரை கூப்பிடுவாங்க. வாட்சர் இந்த வீடு கூப்பிட வரும்போது தான் ஏக்கா உங்கள் லயமே இல்லைக்கா அப்படின்னு. அதுக்கப்புறம் தான் நான் நல்லா ஏறிட்டு பார்த்தேன். ஒரு இதுவுமே இல்லை. 70 പേർ മരിച്ചെങ്കിലും 66 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കിട്ടിയത്. 4 പേർ ഇപ്പോഴും കാണാമറയത്താണ്. 3 വർഷങ്ങൾക്കിപ്പുറവും പെട്ടിമുടിയെ ഓർക്കുമ്പോൾ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ കണ്ണിൽ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടമായതിന്റെ നിസ്സഹായത മാത്രം. അമൃത ന്യൂസ്, ഇടുക്കി. കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ പാലക്കയം വില്ലേജ് ഓഫീസിലെ ജീവനക്കാർക്ക് കൂട്ടസ്ഥലമാറ്റം. വില്ലേജ് ഓഫീസറെ കണ്ണൂരിലേക്കും വില്ലേജ് അസിസ്റ്റന്റിനെ അട്ടപ്പാടി താലൂക്കിലേക്കും ഫീൽഡ് അസിസ്റ്റന്റിനെ പാലക്കാട് താലൂക്കിലേക്കും മാറ്റി. ഇവർക്കു പകരം പൊറ്റശ്ശേരി 1 വില്ലേജിലുണ്ടായിരുന്ന വില്ലേജ് അസിസ്റ്റന്റിനെയും
അലനല്ലൂർ 3 വില്ലേജ് ഓഫീസിലുണ്ടായിരുന്ന ഫീൽഡ് അസിസ്റ്റന്റിനെയും പാലക്കയത്ത് നിയമിച്ചു. വില്ലേജ് ഓഫീസറെ നിയമിച്ചിട്ടില്ല. കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പാലക്കയം വില്ലേജ് ഓഫീസിലെ മുൻ ഫീൽഡ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിനെ മെയ് 23-ന് പാലക്കാട് വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂരിൽ ടൂർ പാക്കേജിന്റെ പേരിൽ പണം തട്ടിയ യുവതി അറസ്റ്റിൽ. അന്തിക്കാട് സ്വദേശി ജീന ജെയ്മോനാണ് വിയൂർ പോലീസിന്റെ പിടിയിലായത്. വിദേശത്തേക്ക് ടൂർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തുവെന്നാണ് പരാതി. തൃശൂർ നഗരത്തിൽ പ്രവർത്തിച്ചു വരുന്ന എക്സലന്റ് ഇന്ത്യ ഹോളിഡേയ്സ് എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. വിദേശത്തേക്കുൾപ്പെടെ ടൂർ കൊണ്ടുപോകാമെന്ന് കാണിച്ച പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ആകർഷകമായ പരസ്യങ്ങൾ നൽകിയായിരുന്നു തട്ടിപ്പ്. പരസ്യം കണ്ട് സമീപിച്ച ആളുകളിൽ നിന്നും പണം മുൻകൂർ വാങ്ങി. എന്നാൽ യാത്ര കൊണ്ടുപോകാതെ കബളിപ്പിക്കുകയായിരുന്നു. പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. സമാന രീതിയിലുള്ള 10ഓളം കേസുകളിൽ ജീന പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. വിയൂർ SHO ബൈജു KC, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജു, സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ PC, പിങ്ക് പോലീസിലെ വനിതാ പോലീസുകാരായ ഗീത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, തൃശൂർ. പച്ചപ്പട്ട് വിരിച്ച പോലെയുള്ള നെൽപ്പാടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ വയലറ്റ് നിറത്തിലുള്ള നെൽപ്പാടം അധികം കണ്ടിട്ടുണ്ടാകില്ല. പാലക്കാട് വടക്കഞ്ചേരി കുറുവായി പാടശേഖരത്തിലെത്തിയാൽ ആ കാഴ്ച കാണാം. ഉത്തരേന്ത്യയിൽ നിന്ന് ചേക്കേറിയ കല്യാണി വയലറ്റ്, ഡാബർശാല നെല്ലിനങ്ങളാണ് പാടത്ത് വയലറ്റ് വിസ്മയം തീർക്കുന്നത്. ിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ വയലറ്റുമാണ് നിറം. പിന്നെ അതുപോലെ തന്നെ ഡാബർശാല എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഓല വയലറ്റാണ്. ഇതിൻ്റെ അരി എന്നുള്ളത് ഒരു പരിധിവരെ വെള്ള അരിയാണ്. ഏതാണ്ട് ബിരിയാണി അരി പോലെ നീളം കൂടിയും വണ്ണം കുറഞ്ഞിരിക്കും. അതുപോലെ കല്യാണി വയലറ്റിൻ്റെ ഈ അരി എന്ന് പറയുന്നത് ചെറിയ അരിയാണ്. നീളവും വണ്ണം വളരെ കുറവാണ്. നൂറുമേനി വിളവിന് തയ്യാറായി നിൽക്കുകയാണ്. അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്. റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.